ഇപ്പോൾ ശ്രീ മനുപ്രസാദ് കൂടി ചേരുകയാണ്, യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ. ശ്രീ മനുപ്രസാദ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം അത്യുജ്വലമായ വിജയമാണ്, സംശയമില്ല. പക്ഷേ ഇവിടെ ഷാക്കിർ ചൂണ്ടിക്കാണിച്ച മറ്റു രണ്ട് കാരണങ്ങളുണ്ട്. ബി.ജെ.പിയെ ഇങ്ങനെ വലിയ വിജയം നേടിയ ഒരു പാർട്ടിയായിട്ട് പറയരുത്. കാരണം പാലക്കാട് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല, പന്തളം നഷ്ടപ്പെടുകയും ചെയ്തു. ശരിയാണ്, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായി മാറുവാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിൽ മേധാവിത്വം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ജില്ലാ പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ ഒരു സീറ്റ് ആകെ കൂടി ഒരു സീറ്റേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ രാഷ്ട്രീയ വിജയം അല്ല എന്ന രീതിയിൽ ലഘൂകരിച്ച് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയത്തെ ഒരു കാരണവശാലും അത് തിളക്കമുള്ളതല്ല എന്ന് പറയുവാനും സാധിക്കുകയില്ല. മനുപ്രസാദ്, താങ്കളുടെ പ്രതികരണം. അല്ല, എനിക്കിവിടെ ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്, ജനങ്ങളുടെ മുന്നിലാണ് ഞങ്ങൾ വിധിയെഴുത്തിന് വേണ്ടി തയ്യാറായി കൊടുത്തത്. അവർ വിധി എഴുതി കഴിഞ്ഞു. തിളക്കമുള്ളത് ഞങ്ങൾക്ക് അഭിമാനകരമായ ഒരു നേട്ടം ഞങ്ങൾക്കുണ്ടാക്കാൻ സാധിച്ചു. ഇനി ഞങ്ങളെ ആക്രമിക്കുന്നവരെയും ഞങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിച്ചവരെയും അവരുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമേ ഇല്ല എന്നാണ് ചർച്ചയിൽ ആദ്യമേ പറയാനുള്ളത്. ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. ആ സർട്ടിഫിക്കറ്റിൻ്റെ, ജനങ്ങളുടെ വിധിയെഴുത്തിൻ്റെ കരുത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാതെ പോയ കാര്യങ്ങൾ, കേരളത്തിലെ പല പഞ്ചായത്തുകളിലും ബി.ജെ.പിക്ക് പുതിയ മെമ്പർമാരുണ്ടായിരിക്കുകയാണ്. ബി.ജെ.പിയെ കടന്നു കയറ്റാൻ, എൻ.ഡി.എ കടന്നു കയറാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഇരു മുന്നണികളും വർഗീയ ശക്തികളോട് ചേർന്ന് വോട്ട് പിടിച്ച് മുന്നോട്ട് പോയി മാറ്റി നിർത്താൻ ശ്രമിച്ച പല സ്ഥലങ്ങളിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വലിയ വിജയം അതുമാത്രമല്ല, എല്ലാ പ്രദേശങ്ങളിലും ആദ്യമായി കൽപ്പറ്റയിൽ, വയനാട് മേഖലകളിൽ ബി.ജെ.പിക്ക് മെമ്പർമാരുണ്ടായിരിക്കുന്നു. നിങ്ങൾ കാസർഗോഡ് മുതൽ പാറശാല വരെ എടുത്താൽ ബി.ജെ.പിക്ക് മെമ്പർമാരില്ലാതിരുന്ന, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന സ്ഥലങ്ങൾ, മുനമ്പം വിഷയം നടന്ന പ്രദേശങ്ങൾ, എല്ലാ പ്രദേശങ്ങളിലും ബി.ജെ.പിക്ക് മെമ്പർമാരുണ്ടാവുന്നു, പ്രതിനിധികളുണ്ടാവുന്നു. അപ്പോൾ ബി.ജെ.പി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ബി.ജെ.പിക്ക് ഇവിടെ ഒരു എം.പി ഉണ്ടാവില്ല എന്നവർ പറഞ്ഞല്ലോ. ഇപ്പം ബി.ജെ.പിക്ക് ഒരു എം.പി ഉണ്ടല്ലോ കേരളത്തിൽ. ബി.ജെ.പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കത്തില്ല, നമുക്കത് കാണാം എന്നാണല്ലോ അവർ പറഞ്ഞത്. ജനങ്ങൾ ബി.ജെ.പിയെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ ഏൽപ്പിച്ചല്ലോ. ബി.ജെ.പിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ മെമ്പർമാരുടെ എണ്ണം ഉണ്ടാകില്ല എന്നാണല്ലോ അവർ പറഞ്ഞത്. എന്നാൽ ഇന്ന് അതും അല്ല എന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്തി തന്നല്ലോ. നിങ്ങൾ എഴുതി വെച്ചോളൂ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിയുടെ വലിയ മുന്നേറ്റമാണ് ഇതിനോടൊപ്പം കാണാൻ പോകുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വർഗീയ ശക്തികളോട് കൂട്ടുകൂടിയില്ല എന്നൊക്കെയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയുടെ ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചത്. കേരളത്തിൻ്റെ മണ്ണിൽ വർഗീയ ശക്തികളോട് കൂട്ടുകൂട്ടി അതേ രാഷ്ട്രീയം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചവരാണ് ഇരു മുന്നണികളും. പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ്.ഡി.പി.യുടെയും കൂടി പി.ഡി.പിയുടെയും ഒക്കെ കൂടി ഒരു വിഭാഗത്തെ ചേർത്ത് നിർത്തി അതിലൂടെ രാഷ്ട്രീയം കൊയ്യാൻ പറ്റുമോ എന്നൊരു വിഭാഗം, ജമാഅത്ത് ഇസ്ലാമിയെയും പോലുള്ളവരെ ചേർത്ത് നിർത്തി അവരുടെ വോട്ട് പരസ്യമായി തന്നെ വാങ്ങി ജയിക്കാൻ പറ്റുമോ എന്ന് പരിശീലിച്ച് അതിനുവേണ്ടി മുന്നോട്ട് പോയി പരിശ്രമിച്ചവരാണ്. എൻ.ഡി.എ സംബന്ധിച്ചിടത്തോളം വികസിത കേരളമെന്ന രാഷ്ട്രീയം മുന്നോട്ട് വെച്ചാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. അത് ഞങ്ങൾക്ക് പരമാവധി ചർച്ചയാക്കാൻ സാധിച്ചു. ഇവരുടെ കപട രാഷ്ട്രീയത്തെയും കുടിലതയും മാറ്റി ജനങ്ങൾക്കിടയിൽ എത്തിക്കാനുള്ള പരമാവധി പരിശ്രമം ഞങ്ങൾ നടത്തി. അതിന് ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ മുന്നേറ്റം ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. ഞങ്ങൾ ചിട്ടയായി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് കിട്ടിയ റിസൾട്ടാണ് ജനങ്ങളുടെ. താങ്കൾ പറഞ്ഞത് ഗ്രാമപഞ്ചായത്തുകളിൽ പലയിടങ്ങളിലും ഇതുവരെ അക്കൗണ്ട് തുറക്കാത്ത സ്ഥലങ്ങളിൽ എത്തുവാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അത് ശരിയുമാണ് കേട്ടോ. ഇപ്പോൾ പരിശോധിക്കുമ്പോൾ അത് ശരിയാണ്. അത് മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഈ ആകെ വാർഡുകൾ നോക്കുമ്പോൾ 1000-ൽ കൂടുതൽ 1447 അല്ലേ, 1447 വാർഡുകളിൽ ജയിക്കുവാൻ, വാർഡുകളാണ് പറഞ്ഞത്. അതായത് 1447 അംഗങ്ങൾ ബി.ജെ.പിക്ക് ഉണ്ട്, എൻ.ഡി.എക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് തെക്കൻ കേരളത്തിൽ നോക്കുമ്പോൾ, കേരളത്തിൽ മൊത്തമായിട്ട് 1447, അതിൽ തിരുവനന്തപുരത്ത് മാത്രം നോക്കുമ്പോൾ 229, കൊല്ലത്ത് 170, അങ്ങനെ പത്തനംതിട്ടയിൽ 142, ആലപ്പുഴയിൽ 196, കേരളത്തിലാകെ 1447. ഇതിൽ ഏറ്റവും കുറവ് എന്ന് പറയുവാനുള്ളത് മലപ്പുറത്ത് പോലും 16 അംഗങ്ങളെ ബി.ജെ.പിക്ക് ഉണ്ട്. കോഴിക്കോട് 23 ഉണ്ട്, വയനാട് 18 ഉണ്ട്, കണ്ണൂർ 35 ഉണ്ട്, കാസർഗോഡ് 41 ഉണ്ട്. അങ്ങനെ പലയിടത്തും ചിലയിടങ്ങളിൽ കാസർഗോഡ് 109 ഉണ്ട്. കാസർഗോഡ് കൂടുതലാണ്, 109. പാലക്കാട് 146, തൃശ്ശൂർ 171, എറണാകുളത്ത് 232 പോയിട്ടുണ്ട് അല്ലേ. കുറച്ച് കൂടുതൽ അംഗങ്ങൾ ഉണ്ട് ബി.ജെ.പിക്ക് അല്ലേ. അങ്ങനെ എന്തായാലും ബി.ജെ.പിക്ക്, താങ്കൾ പറഞ്ഞ കണക്ക് ശരിയാണ്, ബി.ജെ.പിക്ക് ഇതുവരെ അംഗങ്ങൾ ഇല്ലാതിരുന്ന പഞ്ചായത്തുകളിൽ പോലും എത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നേട്ടമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെയും നേട്ടമാണ്. പക്ഷെ ഞാൻ നേരത്തെ ചോദിച്ചത്, ഈ ഉണ്ടായിരുന്ന പന്തളം നഷ്ടപ്പെട്ടു, പാലക്കാടും നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുന്നത്. ചിലപ്പോൾ ഭരണത്തിലേക്ക് എത്താൻ കഴിയുമായിരിക്കും. അതുപോലെ തന്നെ രാഷ്ട്രീയ മത്സരം നടന്ന്
ജില്ലാ പഞ്ചായത്തുകളിലേക്ക് സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുമുണ്ട്. അത് മഞ്ജുഷ, അതിന്റെ വോട്ട് കണക്കുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ശരി, ഞാൻ കുറച്ച് കാണിച്ചതല്ല. BJP തിളക്കം തന്നെയാണ് BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ. അഡ്വക്കേറ്റ് BN ഹസ്കർ കൂടിയുണ്ട്. ഹസ്കർ നഷ്ടപ്പെട്ടത് മുഴുവനും LDF-നാണ്. അത് പല കാരണങ്ങളുണ്ട്. ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഒന്നാമത്തെ കാരണമാണ്. പക്ഷേ അത് അംഗീകരിക്കുവാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും. MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിലും അങ്ങനെ തന്നെയായിരുന്നു. തിരുത്തൽ വരുത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഒരു തോൽവിയാണല്ലോ, അപ്പോൾ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഭരണവിരുദ്ധ വികാരം അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അത് തന്നെയല്ലേ ഏറ്റവും വലിയ കുഴപ്പവും. മഞ്ജുഷ, അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയം തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. പ്രാദേശിക സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക സർക്കാർ രൂപീകരിക്കുക എന്ന് പറയുന്നത് ജനങ്ങളുമായി ഏറ്റവും അടുത്തിടപഴകുന്ന അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് പലപ്പോഴും പ്രാദേശിക സർക്കാരിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത്. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് തുറന്നു സമ്മതിക്കണം. നിരവധി ഘടകങ്ങൾ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒരു സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ സംസ്ഥാന സർക്കാർ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ മറ്റിതര സംസ്ഥാനങ്ങളെ ബഹുദൂരം മുന്നിൽ പോകുന്ന തരത്തിൽ കേരളത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതൊരു വസ്തുത. കേരളത്തിലെ ആരോഗ്യ മേഖല മുതൽ വിദ്യാഭ്യാസ മേഖല മുതൽ സമസ്ത മേഖലയിലും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടുകയും ജനങ്ങൾക്ക് ബോധ്യമുള്ളത്. സാമൂഹ്യ ക്ഷേമ മേഖലകളിൽ കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്തത്. പക്ഷെ എന്തുകൊണ്ട് തോറ്റു എന്നതിന് എന്താണ് ഉത്തരം? അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇത്രയും വലിയ തോൽവി ഒരു ചെറിയ രീതിയിലായിരുന്നുവെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത്രയും വലിയ തോൽവി, അതും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുമ്പോൾ പൊതുവേ അത് LDF-ന് അനുകൂലമായിട്ടാണ് വരാറുള്ളത്. ഈ സമീപകാലത്ത് 2010 ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പൊതുവെ അങ്ങനെയല്ല. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകൾ LDF-ന് ആധിപത്യം നേടാവുന്നതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ ആയില്ല എന്ന് മാത്രമല്ല, വൻ തോൽവിയിലേക്ക് പോവുകയും ചെയ്തു. അല്ല മഞ്ജുഷ്, ഏറ്റവും ഒന്നാമതായി കാണാൻ കഴിയുക എന്ന് പറയുന്നത് ആരൊക്കെ എന്തൊക്കെ മറച്ചു വെച്ചാലും ആന്റി ഇൻക്യുബേഷൻ ഫാക്ടർ ഒരു വലിയ ഘടകം തന്നെയായിരുന്നു. സംസ്ഥാനത്തെ സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ തരംഗം കേരളത്തിൽ ഉണ്ടായി എന്നത് തുറന്നു സമ്മതിക്കുന്നതിന് ഇടതുപക്ഷം ഇനിയും മടി കാണിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ ഘടകമാവും. കേരളത്തിലെ ജനങ്ങൾ നാളിതുവരെ ചിന്തിക്കാത്തതിനപ്പുറം ഒരു വർഗീയ ധ്രുവീകരണത്തിന്റെ പാതയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു എന്നുള്ള വസ്തുത കൂടി നാം ഈ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ പക്ഷം. അല്ല, ആര് വർഗീയ ധ്രുവീകരണം നടത്തിയെന്നാണ്? അതുകൂടി പറയൂ. ആര് വർഗീയ ധ്രുവീകരണം നടത്തി എന്നുള്ളതാണ്. അല്ല, കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ